അവിടെ ഞാൻ ആദ്യമായിട്ട് കുറെ പിച്ചക്കാരെ കണ്ടു, ലൈക്ക് സായിപ്പുമാരായിട്ടുള്ള പിച്ചക്കാര്. അപ്പോൾ നമ്മൾ ഈ ദുബായും സിംഗപ്പൂരും കണ്ടുവരുന്ന സമയത്ത് ഇങ്ങനത്തെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. സായിപ്പുമാരെന്ന് പറഞ്ഞെങ്കിൽ റിച്ച് ആണ്. അപ്പോൾ ഒരു മെട്രോ സ്റ്റേഷനിൽ ഒരു സായിപ്പ് കൂട്ടുസൂട്ടൊക്കെ ഇട്ടിട്ട് പിച്ചു കൊണ്ടുവന്നു. ഒരാൾ മറ്റേ മെട്രോ സ്റ്റേഷന് പുറത്ത് എന്തോ ബീഗളോ അങ്ങനെയൊക്കെ വായിച്ച് താഴത്ത്. അപ്പോൾ അവിടെയും പാവപ്പെട്ട ആൾക്കാരുണ്ടെന്നുള്ളതാണ്. സാധാരണ മനുഷ്യന്മാരെ നമുക്ക് കാണാൻ പറ്റിയതും ഈ പറഞ്ഞ പോലെ ഒരു പക്ഷേ ബെർലിനിലായിരിക്കും. അതിനുശേഷം നമ്മൾ നേരെ നമ്മളുടെ ബെർലിൻ മതിലിൻ്റെ അവിടേക്ക് പോയി. ബെർലിൻ മതിൽ എന്ന് പറഞ്ഞെങ്കിൽ നമ്മളുടെ ഒരു പക്ഷേ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ തൃശ്ശൂർ കളക്ടറേറ്റ് ഒക്കെ പോലത്തെ ഒരു സ്ഥലം. എല്ലാവർക്കും സമരം നടത്താനായിട്ടുള്ള സ്ഥലം പോലെ എനിക്ക് തോന്നുന്നു. കാരണം ഞങ്ങൾ പോകുമ്പോൾ തന്നെ ഒരു 3-4 സമരക്കാരുണ്ട്. അതിലൊരു സമരക്കാർ അമേരിക്കയ്ക്കെതിരെ ക്യൂബ നടത്തുന്ന പ്രതിഷേധം എന്ന് പറഞ്ഞിട്ട്, ക്യൂബക്കാരായിരിക്കണം, അവരെന്തൊക്കെയോ അവരുടെ ഭാഷയിൽ പറയുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാർ ഇറാനെതിരെ എഗെയിൻസ്റ്റ് ആയിട്ട്, ഇറാനികൾ തന്നെ ഇറാനെ എഗെയിൻസ്റ്റ് ആയിട്ട് ഈ അവരുടെ തലയിൽ തട്ടപ്പെടുന്നതിന് എഗെയിൻസ്റ്റ് ഒക്കെ ആയിട്ടുള്ള എന്തോ ഘോരഘോരമായിട്ട് അവർ പ്രസംഗിക്കുന്നു. അവരുടെ ഭാഷയിലാണ് സംഭവം പറയുന്നത്. പിന്നെ വേറൊരു സൈഡിൽ എന്തോ ഒരു മറ്റേ വെജിറ്റേറിയൻസ്, വീഗൻസ്, ആനിമൽസിനെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞ സംഭവം നടക്കുന്നു. ഇങ്ങനെ പലവിധ പ്രൊട്ടക്ഷൻ നടക്കുന്നു. ഞാൻ എല്ലായിടത്തും കയറി സംസാരിച്ചിരുന്നു. അപ്പൊ അവര് പറഞ്ഞു ഇറാനികൾക്ക് മാത്രമുള്ളതാണ്. BBC എന്തോ ഒരു മെയിൻ ചാനൽ എടുക്കുന്നുണ്ട്, ഇവിടെ ഷൂട്ട് ചെയ്തിട്ട് അവിടെ പബ്ലിഷ് ചെയ്യാനുള്ള സാധനങ്ങളാണ്. അപ്പൊ ജർമ്മനിയിൽ വൻ പ്രതിഷേധം ഹെഡ്ലൈൻ എനിക്ക് തോന്നി എനിക്ക്. പക്ഷെ അവരൊക്കെ എല്ലാവരും ഇംഗ്ലീഷ് വളരെ സ്മൂത്ത് ആയിട്ട് ജർമ്മൻസ് സംസാരിക്കുന്ന കാര്യം വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി.